Hello everyone, I am Amal and welcome to Decode Trade. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്താണ് ട്രേഡിങ്ങിൻ്റെ റിയാലിറ്റി, ആരൊക്കെ ട്രേഡ് ചെയ്യണം, എത്ര സമയമെടുക്കും ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ, ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ട്രേഡിങ്ങിന് വേണ്ട മൈൻഡ് സെറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്താണെന്ന് നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സാണ്. നോർമലി നമ്മളൊരു ബിസിനസ്സിൽ, അതായത് ഒരു സൂപ്പർ മാർക്കറ്റ് ഓണറോ അല്ലെങ്കിൽ ഒരു തുണിക്കടക്കാരനോ എങ്ങനെയാണ് ചെയ്യുന്നത്, സാധനങ്ങൾ കുറവിന് വാങ്ങിയിട്ട് കൂടുതൽ വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിലും. ഇവിടെ നമ്മൾ ഓരോ കമ്പനികളുടെ ഷെയർസ് കുറവിന് വാങ്ങിയിട്ട് കൂടുതൽ വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ മാത്രമല്ല, കറൻസീസിലാണെങ്കിലും കമ്മോഡിറ്റീസിലാണെങ്കിലും ക്രിപ്റ്റോയിലാണെങ്കിലും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബിസിനസ്സിൽ നമുക്ക് ലാഭം മാത്രമായിരിക്കില്ല, ചില ദിവസങ്ങളിൽ നഷ്ടം സംഭവിക്കാം അല്ലേ. അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിലും. ഇവിടെ നമുക്ക് ഡെയിലി പ്രോഫിറ്റോ കാര്യങ്ങളൊന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ചില ദിവസങ്ങളിൽ ലാഭം ഉണ്ടാവും, ചില ദിവസങ്ങളിൽ നമുക്ക് നഷ്ടമായിരിക്കും, ചില ദിവസങ്ങളിൽ നമുക്ക് ലാഭം ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഇയർ നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ ആവണം. അതാണ് നമ്മുടെ ഗോള്. രണ്ടാമത്തായിട്ട് നമുക്ക് ട്രേഡിങ്ങിൻ്റെ റിയാലിറ്റി നോക്കാം. ട്രേഡിംഗ് എന്ന് പറയുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. ട്രേഡിങ് എളുപ്പമാവും എപ്പോഴാണ് നമ്മൾ കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റബിൾ ആയിട്ടൊരു ട്രേഡർ ആവുമ്പോൾ, ആ ഒരു കറക്റ്റ് ട്രാക്കിലോട്ട് എത്തുമ്പോൾ. അതിനായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള എഫേർട്ടും ഹാർഡ് വർക്കും ഫോക്കസും മാക്സിമം നമ്മുടെ ടൈമും ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായി വരും. രണ്ടാമതായി കൂടുതൽ ബിഗിനേഴ്സ് തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ്, കുറച്ച് പൈസ വെച്ച് കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ഒന്നാണ് ട്രേഡിങ്, പെട്ടെന്ന് റിച്ച് ആവാൻ പറ്റിയ ഒന്നാണ് ട്രേഡിംഗ് എന്ന് അല്ലേ. അങ്ങനെ ഒന്നല്ല സംഭവം. ഇവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം കുറേ അധികം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നല്ലവരായിട്ടുള്ളവരുണ്ട്, മോശമായിട്ട് പ്രൊമോഷൻസ് മാത്രം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെന്താ ചെയ്യുക, വലിയ വലിയ പ്രോഫിറ്റ്സിൻ്റെ സ്ക്രീൻഷോട്ട്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അവിടെ അവർക്ക് ഉണ്ടാകുന്ന ലോസസോ അല്ലെങ്കിൽ അവർ എത്രത്തോളം ക്യാപിറ്റൽ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ പ്രോഫിറ്റ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ബിഗിനറിന് എന്താ തോന്നുക, ഇത് കൊള്ളാലെ പരിപാടി, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്, പെട്ടെന്ന് റിച്ച് ആവും, ആ ഒരു മൈൻഡ് സെറ്റ് ആവും സ്വാഭാവികമായിട്ട് വരാം അല്ലേ. അപ്പോൾ ട്രേഡിങ്ങിൻ്റെ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ ഇങ്ങനെയൊന്നും നല്ല കാര്യങ്ങൾ, ട്രേഡിങ്ങിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ പൈസ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അത്രത്തോളം ട്രേഡിങ്ങിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപ്പോൾ എനിക്ക് പേഴ്സണലി ബിഗിനേഴ്സിനോട് പറയാനുള്ളത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി ആയി വരുന്ന ഒന്നാണ്, പ്രൈമറി ആയിട്ട് വരുന്നത് പഠിക്കുക എന്നുള്ളതാണ്. മാക്സിമം കാര്യങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുക, എന്നിട്ട് മാർക്കറ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നീട് നമ്മൾ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, ട്രേഡിങ്ങിൽ ഒരിക്കലും ലോസ് ഇല്ലാതെ പഠിക്കാൻ പറ്റില്ല. അത് 100% ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പോയാലും കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് മാത്രമേ നമ്മൾ ആദ്യം ട്രേഡിങ്ങിലോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ആദ്യം തന്നെ ഒരു 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപയാണ് കൊണ്ടുവരുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ ആ ഒരു എമൗണ്ട് എന്തായാലും പോകുന്നത് അതോ 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, ആ ഒരു പൈസ പോകുമ്പോഴേക്കും നമ്മൾ മാക്സിമം കാര്യങ്ങൾ പഠിക്കുക. അതായത് ടെക്നിക്കൽ അനാലിസിസ് നന്നായിട്ട് പഠിക്കുക, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് പഠിക്കുക, റിസ്ക് മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പഠിക്കുക. ഇതെല്ലാം എന്താണെന്നുള്ളത് വരും വീഡിയോസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് യൂട്യൂബ് വീഡിയോസും ഇവിടുന്ന് ട്രേഡിങ്ങിനെ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് 2-3 ട്രേഡിൽ അടുപ്പിച്ച് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുമ്പോൾ അവരുടെ മൈൻഡിലുണ്ടാവുന്നത് അവർ ഓൾറെഡി സക്സസ്ഫുൾ ആയ എന്ന രീതിയിലായിരിക്കും. എന്നിട്ട് അവർ വലിയ ക്യാപിറ്റലും കൊണ്ടുവരും, എന്നിട്ട് അതെല്ലാം തന്നെ വാഷ് ഔട്ട് ആവും. എന്നിട്ട് എന്താ ചെയ്യുന്നത്, എവിടെ നിന്നാണ് പഠിച്ചത് അതിൻ്റെ താഴെ പോയിട്ട് ചീത്ത കമൻസ് കാര്യങ്ങളൊക്കെ ഇടും. ട്രേഡിങ്ങിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 5000 രൂപ 10000 രൂപയാക്കാം, 10000 രൂപ 20000 രൂപയാക്കാം, 20000 രൂപ 40000 രൂപയാക്കാം, 40000 രൂപ 80000 രൂപയാക്കാം. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ക്യാപിറ്റൽ ഗ്രോ ചെയ്ത് ആ ഒരു രീതിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ട്രേഡിങ്ങിലോട്ട് വലിയ ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പാടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വലിയ വലിയ പ്രോഫിറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നൊരു രീതിയിൽ ട്രേഡിങ്ങിലോട്ട് വരാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും എനർജിയും പൈസയും നഷ്ടപ്പെടുള്ളൂ. ട്രേഡിങ് ഇഷ്ടമാണ്, ട്രേഡിങ് എന്ന സ്കില്ല് പഠിക്കാൻ താല്പര്യമുണ്ട്, ലോങ് ടൈമിൽ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവണം എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ട്രേഡിങ്ങിലോട്ട് വരേണ്ടത്. ഇനി ആരൊക്കെ ട്രേഡ് ചെയ്യണമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ട്രേഡിങ്ങിനെ കരിയറായിട്ട് ചൂസ് ചെയ്യുന്നവർക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ അവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും, അതായത് അവരുടെ മാക്സിമം ടൈം ട്രേഡിങ്ങിനെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമതായി ജോലി ഉള്ളവരാണ്, എന്നാൽ അവർക്ക് ട്രേഡിങ്ങിലൂടെ ഒരു സെക്കൻഡറി ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്.
അങ്ങനെയുള്ളവർക്കും ട്രേഡിങ്ങിലോട്ട് വരാം. അവർക്ക് കുറച്ചുകൂടി ബെറ്റർ സ്വിംഗ് ട്രേഡിംഗ് ആയിരിക്കും. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അസറ്റ് കുറച്ച് നാൾ ഹോൾഡ് ചെയ്ത് വിൽക്കുന്നതിനാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇൻട്രാഡേ ട്രേഡ്സ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പറയുന്ന ഒന്നാണ് 9 to 5 ജോബ് ചെയ്യുന്നത് ഒരു മണ്ടത്തരമാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. നമുക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ട്രേഡിംഗ് ആണ് ഇഷ്ടമെങ്കിൽ ട്രേഡിംഗ് ചെയ്യാം. അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് പല പല ഗോൾസ് ആയിരിക്കും. അതായത് ഒരു എഞ്ചിനീയർ ആവാം, ഡോക്ടർ ആവാം, വക്കീലാവാം, അങ്ങനെ ഡിഫറെൻറ്റ് ഗോൾസ് ആവും. അപ്പോൾ ആ ഒരു കാര്യം അച്ചീവ് ചെയ്തിട്ട് അതിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണ്, അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്, എന്നാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഇൻകം ജനറേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ട്രേഡിങ്ങിലോട്ട് വരുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനെ തന്നെ ഒരു ബിസിനസ് ആക്കാം. അതായത് നിങ്ങളൊരു ആപ്പ് ഡെവലപ്പറാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സൈഡായിട്ട് ചെറിയൊരു ആപ്പ് ഡെവലപ്പിംഗ് കമ്പനി ബിൽഡ് ചെയ്തെടുക്കുക. അതുപോലെ നിങ്ങൾക്ക് വേറെ സ്കിൽസ് ഉണ്ട്, ഡ്രോയിങ്, ഡാൻസിങ്, അങ്ങനത്തെ ഒക്കെ. അതിലൂടെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി എത്രത്തോളം സമയം എടുക്കും നമ്മളൊരു സക്സസ്ഫുൾ ട്രേഡർ ആവാമെന്ന് നോക്കാം. ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 3 years അതിൽ കൂടുതലോ എടുക്കും. എപ്പോൾ സക്സസ്ഫുൾ ആവണമെന്നത് നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു, നമ്മുടെ സമയം എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂർ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നമ്മൾ സക്സസ്ഫുൾ ആവണോ അതോ ഫെയിൽ ആവണോ എന്ന് നിശ്ചയിക്കുന്നത്. ഇനി ട്രേഡിങ്ങിന് വേണ്ട മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്താണോ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ട മൈൻഡ് സെറ്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഏതൊരു ഗോളാണെങ്കിലും മിനിമം 3 വർഷം ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഒരു 3 വർഷത്തിൽ എത്ര വട്ടം ഫെയിലായാലും കുഴപ്പമില്ല എന്നൊരു മൈൻഡ് സെറ്റ് വേണം വെക്കാൻ. ഇനി സപ്പോസ് 3 വർഷത്തിൽ നമ്മൾ സെറ്റ് ആയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജോലിക്ക് പോവുക അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോവുക. അതിൻ്റെ ഒപ്പം തന്നെ എന്താണോ നമ്മുടെ ഗോള് അതും കൂടിയും ചെയ്യുക. ഇവിടെ നമുക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഗോളും കൊണ്ടുപോകാൻ പറ്റും. ഇത് ഞാൻ 3 വർഷത്തിൽ മാക്സിമം ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മാക്സിമം 1 or 2 hours ഒക്കെ നിങ്ങളുടെ ഗോളിന് വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ഗോളിന് വേണ്ടി മാക്സിമം എഫേർട്ട് ഇടുക, മാക്സിമം ഫോക്കസ് അതിന് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതൊരു ലോങ് ടൈം ഗോളായിട്ട് സെറ്റ് ചെയ്യുക. അല്ലാതെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ, അതായത് ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ 2 വർഷത്തിലോ റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ അത് ഇട്ടിട്ട് പോകരുത്. ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറയാം. ഒരു ഫാർമർ ഒരു ആപ്പിൾ സീഡ് കുഴിച്ചിടാണ്. എന്നിട്ട് ആ ഒരു ആപ്പിൾ സീഡിന് വേണ്ട വെള്ളം, അതിന് ആവശ്യമായിട്ടുള്ള വളം, എല്ലാ കാര്യങ്ങളും അദ്ദേഹം നൽകും. അദ്ദേഹം ആ ഒരു ആപ്പിൾ സീഡ് വളരുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് കുഴിച്ച് നോക്കില്ല അല്ലേ? അദ്ദേഹം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ അദ്ദേഹം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണോ അദ്ദേഹം ചെയ്യുന്നത് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിനോട് കൂടി ചെയ്യുന്നുണ്ട്. നോർമലി ഒരു ആപ്പിൾ ട്രീ ഗ്രോ ചെയ്യാൻ കുറച്ചധികം സമയം വേണം. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ആ ഒരു ട്രീ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക, അതായത് അതിൻ്റെ റൂട്ടും കാര്യങ്ങളെല്ലാം ഗ്രോ ചെയ്ത് സ്ട്രോങ് ആയി ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ നോളജും അതുപോലെ തന്നെ എക്സ്പീരിയൻസും കൂടാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാതെ വന്നാൽ ഇട്ടിട്ട് പോകരുത്. അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ ഒരു 3 വട്ടോ 10 വട്ടോ 20 വട്ടോ ഫെയിലായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ തോറ്റുപോയി അല്ലെങ്കിൽ കഴിവില്ല എന്നല്ല. നമ്മൾ 10 വഴികൾ കണ്ടുപിടിച്ചു വർക്ക് ചെയ്തത്. അങ്ങനെ 11ാമത്തെ വഴി ചെയ്യുക, അത് വർക്ക് ചെയ്തില്ലെങ്കിൽ 12ാമത്തെ വഴി നോക്കുക. അങ്ങനെ ഒരു പോയിന്റിലെത്തുമ്പോൾ എന്തായാലും സക്സസ്ഫുൾ ആവും, വേറൊരു ഓപ്ഷനില്ല അവിടെ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുക. പിന്നെ ട്രേഡിങ്ങിലും അതുപോലെ തന്നെ ലൈഫിലും സക്സസ്ഫുൾ ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, സെൽഫ് ട്രസ്റ്റ്, ഹാർഡ് വർക്ക്, ഫോക്കസ്, റെസ്പോൺസിബിലിറ്റി. ഇങ്ങനത്തെ 6 സ്കിൽസാണ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അതിൽ കൺസിസ്റ്റൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു കാര്യം നമ്മൾ ഡെയിലി ചെയ്തു പോവുക. രണ്ടാമത്തെ കാര്യം ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നല്ല കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുക. മറ്റ് റീസൺസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒഴിവാക്കാതെ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ വരുന്നത് സെൽഫ് ട്രസ്റ്റ്, അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിന് വിശ്വസിക്കുക, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. പിന്നെ വരുന്നത് ഹാർഡ് വർക്ക്, നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. പിന്നെ 5ാമതായി വരുന്നത് ഫോക്കസ്, അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലോട്ട് 100% ഫോക്കസ് കൊടുക്കുക. അതിൻ്റെ ഇടയിലൂടെ നമുക്ക് കുറേ അധികം ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം വരും. എല്ലാം ഗ്രാബ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിലോട്ട് ഫുൾ എഫേർട്ടും ഫുൾ ഫോക്കസും കൊടുക്കുക. പിന്നെ 6ാമതായി വരുന്നത് റെസ്പോൺസിബിലിറ്റി, അതായത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ട്രേഡിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ ഇന്ന് ലക്ക് ഉണ്ടായില്ല, അല്ലെങ്കിൽ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഇന്ന് ലക്ക് ഉണ്ടായിരുന്നു എന്ന് പറയണ കുറേ പേരുണ്ട്. അപ്പോൾ അവിടെ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? അവരവരുടെ മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് എന്തുകൊണ്ടാണ് അവിടെ ലോസ് വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ലക്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടറിനെ അവിടെ കൊണ്ടുവന്നാൽ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക.
അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ട്രേഡ് സ്മാർട്ട് ആൻഡ് കീപ് ലേണിംഗ്.